ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്നത്തെ രാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നമുക്കറിയാം, ഇന്നത്തെ രാവിൻ്റെ പ്രത്യേകത എല്ലാ ഹാജിമാരും അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ദ്വാക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണ് ഇന്നത്തെ രാവ്. നാളെ സുന്നത്ത് നോമ്പ്, അതായത് നമുക്കെല്ലാവർക്കും സുന്നത്ത് നോമ്പ്, അറഫയുടെ സുന്നത്ത് നോമ്പ് നാളെയാണുള്ളത്. സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ നമുക്ക് പരിശുദ്ധമായ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ കളായിപ്പോയ നോമ്പ് ഉണ്ടാവാം. ചിലവർക്ക്, എല്ലാവർക്കും അല്ല, ചിലവർക്ക് ഉണ്ടാവാം. അപ്പോൾ ആ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നാളത്തെ അറഫ നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നോമ്പുണ്ടാകും, വീടിക്കെട്ടും. ബാക്കി നമ്മൾ അടുത്ത ഓരോ നോമ്പ് വരുമ്പോൾ തിങ്കൾ ചൊവ്വ തിങ്കൾ വ്യാഴം ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കൂടി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെന്താകും, ആ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും, കളാ വിട്ട് പോവുകയും ചെയ്യും. അതുപോലെ നാളത്തെ നോമ്പ് നോൽക്കുന്ന, സുന്നത്ത് നോമ്പ് നോൽക്കുന്ന ആൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു കൊല്ലത്തെ പാപം, ചെറുപാപങ്ങൾ മായ്ക്കപ്പെടും. വരാനിരിക്കുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയതുമായ ഒരു 2 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല നമുക്കുണ്ടാകും, പുറത്തു തരും. ചെറിയ പാപങ്ങളുണ്ടാകും, പുറത്തു തരും എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിയുന്ന പരമാവധി വിശദമായ ആ അറഫ നോമ്പ് മാവത്ത് പിടിക്കാൻ ശ്രമിക്കുക. കളാവുള്ളവർ കളായിൻ്റെ നിയത്തും കൂടി വെച്ചാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ആ കളായ നോമ്പ് വിടുകയും ചെയ്യും, സുന്നത്ത് നോമ്പ് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്.